ചിലർക്ക് ജീവിതം ഒരു ത്രില്ലാണ്. എന്നൊരു ത്രില്ലായിരിക്കണം. അതായത് ഇങ്ങനെ അടിപൊളിയായിട്ട് എന്നും ഒരു ചില്ലനുഭവങ്ങൾ ഇങ്ങനെ തെറിച്ച് അങ്ങനെ ഒരു എന്താ പറയുക, ഒരു കൾച്ചർ ഒരു തലമുറയിലേക്കൊക്കെ വന്നു കയറിയിരിക്കുകയാണ്. വചനം കാണുകയാണ്, കിടിലം കൊള്ളിക്കുന്ന സംഭവങ്ങൾ കൊണ്ട്. വളരെ പ്രിയപ്പെട്ട വാക്കാണ് നമുക്കിത്, കിടിലം കൊള്ളിക്കുന്ന. അങ്ങനെയുള്ള ചില പ്രിയങ്ങളുണ്ട് ചിലർക്ക്. കിടിലം കൊള്ളിക്കുന്ന സംഭവങ്ങൾ കൊണ്ടോ ദുഷ്ടരുടെ നാശം കൊണ്ടോ നീ ഭയപ്പെടരുത്. സ്നേഹമുള്ളവരെ, ഇത് നമ്മുടെ മനസ്സിനെ ഒന്ന് ഒരു ആത്മശോധനയ്ക്ക് വിട്ടുകൊടുക്കണം. കർത്താവ് നിൻ്റെ ആശ്രയമായിരിക്കും, നിൻ്റെ കാൽ കുടുക്കിൽപ്പെടാതെ അവിടുന്ന് കാത്തുകൊള്ളും. എത്ര കാര്യങ്ങളാണ് കർത്താവ് ആ വചനത്തിലൂടെ ആശയങ്ങൾ നമുക്കിന്ന് തരുന്നത്. കിടിലം കൊള്ളിക്കുന്ന സംഭവങ്ങൾ കൊണ്ടോ ദുഷ്ടരുടെ നാശം കൊണ്ടോ നീ ഭയപ്പെടരുത്. കാരണം എന്താ? കർത്താവ് നിൻ്റെ ആശ്രയമായിരിക്കും. അതായത് പുതിയ കാര്യങ്ങൾ നമ്മളെങ്ങനെ ആകർഷിച്ചു കൊണ്ടിരിക്കും. അതിലൊക്കെ മനസ്സകപ്പെട്ടു പോകാനുള്ള സ്വാഭാവികമായ ഒരു ടെൻഡൻസി, ന്യൂജൻ അനുഭവങ്ങൾ നമുക്ക് ചുറ്റും ഉണ്ടാകും. കർത്താവ് പറയുക, നിൻ്റെ കാൽ കുടുക്കിൽപ്പെടാതെ ഇരിക്കാൻ കർത്താവ് നിൻ്റെ കൂടെ സുരക്ഷിതനായി ഉണ്ടായിരിക്കും. ഇന്നത്തെ ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളെയും എത്ര മുന്നേ കർത്താവ് വചനത്തിലൂടെ വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. ഈ ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളെയും സമചിത്തതയോടെ സ്വീകരിക്കാൻ, പ്രാർത്ഥനാപൂർവ്വം സ്വീകരിക്കാൻ നമുക്ക് കഴിയട്ടെ. ജീവിതത്തിൻ്റെ എല്ലാ സമസ്ത അനുഭവങ്ങളെയും, ഈ കുടുക്കിൽപ്പെടാനുള്ള എല്ലാ സാഹചര്യങ്ങളെയും മുന്നിൽ കണ്ട് കർത്താവ് നിന്നെ സുരക്ഷിതനായി നിൻ്റെ മുൻപിലുണ്ടാകുമെന്ന് വചനം വാഗ്ദാനം തരുക. ഇന്നത്തെ ദിവസം പ്രിയ ദൈവപൈതലെ, നീ ഇറങ്ങുന്നിടത്തെല്ലാം നിന്നെ സുരക്ഷിതനാക്കി, നിന്നെ കംഫർട്ടബിളാക്കി, നിന്നെ കരുതി നിന്നെ തിരികെ ഭവനത്തിലെത്തിക്കാൻ, നീ പോകുന്ന ഇടങ്ങളിലെല്ലാം നിന്നെ കാത്തു പാലിക്കാൻ കർത്താവ് നിൻ്റെ സമീപത്തുണ്ടായിരിക്കട്ടെ. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ദൈവം നിന്നെ ചേർത്ത് പിടിക്കട്ടെ. നിൻ്റെ ബലം ദൈവമായിരിക്കട്ടെ. അനുഗ്രഹമാവട്ടെ ഇന്നത്തെ ദിവസം. ആമേൻ.